ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാല് പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, പാത്തു ഈ മരിച്ചു ചോദിച്ചിട്ട്. ഇനിയിപ്പൊ ആ കുട്ടിയുടെ കൂടെ എന്നെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവര് പറയുന്ന പണി ഞാൻ എടുക്കാൻ റെഡിയാണ്. അത് ആരായാലും മുന്നോട്ട്. ഷൈന, കാനഡയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മർഡർ കേസിനെ കുറിച്ച് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മീഡിയ മൊത്തം റിഫ അതുപോലെ മെഹന സഫ അവരുടെ ഒരു ഇതാണല്ലേ മൊത്തം തുറന്നു കഴിഞ്ഞാൽ മൊത്തം ആ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം മെഹനാസും സഫയും തമ്മിലുള്ള ഒരു ഇതാണ് ഇപ്പം മൊത്തം. അപ്പോൾ ആ സഫയിലൂടെ റിഫയുടെ കാര്യം പുറത്ത് വരുന്നുള്ളതൊക്കെയാണ് എന്താണ് പറയുന്നത്. എന്തായാലും അത് എത്രമാത്രം ഇതാവുന്ന അറിയില്ല. ഇപ്പോൾ 2022 ദുരൂഹ സാഹചര്യത്തിൽ റിഫ മരിച്ചതാണ്. റിഫയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായാലും ഒട്ടുമിക്ക എല്ലാവർക്കും റിഫയെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ പുള്ളിക്കാരി മരിച്ചതാണ്. അപ്പം അതിൽ കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളത് ഇതായിട്ടില്ല. ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. പക്ഷേ അതിൽ എത്രമാത്രം സത്യമുണ്ട്, അതിൽ കള്ളക്കളി നടന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അതിപ്പോഴും ദുരൂഹമായിട്ട് തന്നെ ഇതായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഓൺലൈനിൽ ഈ ഒരു സഫ മെഹനുവിൻ്റെ ഇത് പുറത്ത് വന്നപ്പോൾ പിന്നെ റിഫാൻ്റെ കേസ് കുത്തിപ്പോക്കി പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് തന്നെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഒരു പെൺകുട്ടി, കാനഡയിലുള്ള ഒരു പെൺകുട്ടി, ഞാൻ സ്വപ്നം കണ്ടു റിഫ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കുറച്ച് വെളിപ്പെടുത്തലൊക്കെ 2-3 ദിവസം മുമ്പ് നടത്തുകയുണ്ടായി. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. ആത്മാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് കറക്റ്റാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ എത്രമാത്രം ഇതുണ്ടെന്ന് അറിയില്ല. ചിലപ്പോൾ സാഹചര്യം, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇത് മാത്രം നമ്മൾ ആലോചിച്ചിട്ട് കിടക്കുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ സംഭവിക്കാം അങ്ങനെയും ഉണ്ട്. പിന്നെ എന്താ പറയുക, അതാണ് പിന്നെ എനിക്ക് എന്താണ് കുറച്ച് പേര് കമൻറ്റിലൂടെ പറയുന്നത്, ചിലപ്പോൾ ആ പെൺകുട്ടി വേറെ എന്തെങ്കിലും പ്രൂഫ് പുള്ളിക്കാരുടെ കയ്യിലുണ്ടാവും, അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ, പ്രൂഫ് ഉണ്ട് എന്ന് പറയാതെ ഇങ്ങനെ വളച്ചൊടിച്ച് അവളുടെ ആത്മാവ് എൻ്റെ അടുത്ത് വന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുകയാണോന്നും ചില ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ നമുക്കത് കണ്ടു നോക്കൂ. ഈ ഒഫീഷ്യൽ നെയിം ഷൈന, കാനഡയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മർഡർ കേസിനെ കുറിച്ച് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും അറിയുന്ന ഒരു കേസാണ് റിഫ മെഹനു കേസ്. ദുബായിൽ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന ആ കേസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ്, അത് വെൽ പ്ലാൻ മർഡർ ആയിരുന്നു. ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ടായ 2 പേരും കൂടി കൊന്നതാണ്. അത് എങ്ങനെ എനിക്കറിയാം എന്ന് ചോദിച്ചാൽ എനിക്കത് വളരെ വളരെ ക്ലിയർ ആയിട്ട് എനിക്കറിയാം. ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. മരിച്ചുപോയ ആ പെൺകുട്ടി തിരിച്ച് ഭൂമിയിലോട്ട് വന്നിട്ട് സോളായിട്ട് വന്നിട്ട് എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നൊരു കാര്യമാണ്. വളരെ ക്ലിയർ ആയിട്ട് അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്നും ആ കുട്ടിനെ ഇവരെന്താ ചെയ്തതെന്നും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു പിക്ചർ കാണുന്നത് പോലെ ഞാൻ കണ്ടതാണ്. എന്താണ് ആത്മാവ് എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് റിഫയും അതുപോലെ റിഫ സഫ മെഹനും ഇവരുടെ ആ ഒരു ഇതാണ് സോഷ്യൽ മീഡിയ മൊത്തം അതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് പുള്ളിക്കാരി വന്നിട്ട് എന്താണ് ഇപ്പം എന്തായാലും റീച്ചായിട്ട് നിൽക്കണ്ടല്ലോ, അതിൻ്റെ പുറത്ത് വന്ന് പറയുകയാണോന്നും അറിയില്ല എത്രമാത്രം ഇതിൽ സത്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും പുള്ളിക്കാരുടെ അടുത്ത് തെളിവ് ഉണ്ടായിട്ട് ഇനി അത് വെച്ചിട്ട് പുള്ളിക്കാരി അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുവാണോ എന്നൊന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ഉമ്മയും ഉപ്പയും എല്ലാം ഖാദർ കരിപ്പൂടിൻ്റെ ഇതിൽ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ സങ്കടം കാണുമ്പോഴത്തേനും സഹിക്കാൻ കഴിയില്ല. അവർക്കെന്തായാലും അവരുടെ മോളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവർക്ക് എന്തായാലും നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താ പറയുക, ഇത്രയും വർഷമായിട്ട് 4 വർഷമായിട്ടും അതിന് യാതൊരു ഇതും ഇതായിട്ടില്ല. അവർ പറയുന്നത് എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആളും ഇപ്പോൾ ഇതാണ് സുഖമായിട്ട് നടക്കുന്നുണ്ട്. ആ റിഫയ്ക്ക് അനുഭവിച്ച അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ സഫയ്ക്കും അനുഭവിച്ചിരിക്കുന്നത്. സഫയും ഇപ്പോൾ വന്നിട്ട് ഒരുപാട് ഇൻ്റർവ്യൂകളിലെല്ലാം സഫയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ സഫയും അത്രമാത്രം അവൻ്റെ കയ്യിൽ നിന്ന് ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കൂ. റിഫാനെ എങ്ങനെ കണക്ട് ചെയ്ത് എന്ന് ചോദിച്ചാല്, എനിക്ക് റിഫാനെ നിങ്ങൾ എല്ലാവരും കേട്ട് ന്യൂസിൽ കേട്ടെന്നല്ലാതെ എനിക്ക് പേഴ്സണലി ആയിട്ടുള്ള ആരും എനിക്കറിയില്ല. റിഫാനെ എനിക്കറിയില്ല. പിന്നെ റിഫ വന്നത് 2023 ജൂലൈ മന്താണ് വന്നത്. 2023 വന്നത്.
അതും ഒരു രാത്രിയില് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആ കുട്ടി എന്റെ ഫ്രണ്ട് ഇങ്ങനെ കിടക്കുന്ന സൈഡിന്റെ ഭാഗത്തിന്റെ സൈഡിൽ വന്ന് നിന്നിട്ട് എന്നെ വിളിച്ചതുപോലെ തോന്നി, ആരോ വിളിച്ചതുപോലെ തോന്നി ഓർക്കില്ല. അപ്പൊ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഈ കുട്ടിയാണ്. അപ്പോഴ് ഞാൻ കണ്ണു തുറന്നു സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പം ഞാനത് ഉറങ്ങുവാണ് ആ സമയത്ത്. എന്റെ സോളിനായിരിക്കാം ആ കുട്ടി വിളിച്ചത്. അപ്പം ഞാൻ ടിക്കും കാണുവാണ് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപായത്തിൽ തന്നെയാണ് ആ കുട്ടിയുള്ളത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുവാണ്. രണ്ട് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് എന്നിട്ട് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്, കണ്ണിന് ഇങ്ങനെ വെള്ളം പോകുന്നു. ജസ്റ്റ് എന്നെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ് ആ കുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് ചോദിച്ചു. അപ്പൊ ആ കുട്ടിയുടെ വായൊന്നും തുറക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ റിഫ എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. റിഫ എന്ന് ശബ്ദം വരുന്നുണ്ടായി, പക്ഷെ വാ തുറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ശരിക്കും ഒന്നും കൂടി കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് നോക്കുമ്പോഴേക്കും ആളില്ല. അപ്പൊ എനിക്ക് ഡൗട്ട് വന്നത് പെട്ടെന്ന് ആരാ ഈ കുട്ടി, ഏതാ ഈ കുട്ടി, റിഫ അത് ഏത് കുട്ടിയാണ് റിഫ, ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ്. കാരണം എനിക്ക് അറിയില്ലല്ലോ ഇത് ഏത് കുട്ടിയാണ്. എല്ലാവരും നിങ്ങളൊക്കെ ന്യൂസ് എല്ലാവരും കാണുന്നത് പോലെ ഞാൻ എപ്പോഴോ കേട്ട് വിട്ടുപോയെന്നല്ലാതെ. ഇതിൽ എത്രമാത്രം ഇതുണ്ടെന്ന് അറിയില്ല. പുള്ളിക്കാരി പറയുന്നത് എനിക്ക് റിഫയെ എപ്പോഴോ കേട്ട ഇതാണ്, അല്ലാതെ എനിക്കറിയില്ല. റിഫയാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ റിഫയാണെന്ന് പറഞ്ഞതെന്നൊക്കെ പറയണത്. എന്താണ് സിനിമാ കഥ പോലെ പറയുവാണോ, അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. എന്ത് തന്നെയാലും സത്യം തെളിയട്ടെ. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കും. റിഫ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞോണ്ടിരുന്നപ്പം ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോഴാണ് എനിക്ക് ഫോൺ എടുത്തിട്ട് വെറുതെ ഒന്ന് നോക്കാം, യൂട്യൂബിൽ അങ്ങനെ അടിച്ചു നോക്കാം, എവിടെയോ അങ്ങനെ എന്തോ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ വെറുതെ അടിച്ചു നോക്കുമ്പോഴാണ് അതേ കുട്ടി റിഫ മെഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. റിഫ അടിച്ചപ്പോ തന്നെ റിഫ മെഹനാസ് വന്നു തുടങ്ങി. അപ്പൊ എന്റെ മുമ്പിൽ വന്ന് നിന്ന അതേ കുട്ടിയാണ് ഈ ചാനലിലൊക്കെ ഞാൻ കാണുന്നത്. അപ്പോഴെനിക്ക് ഒരു ഡൗട്ട് ആ സമയത്ത് വന്നു, ഈ കുട്ടി എന്തിനാ എൻ്റെ അടുത്ത് വന്നത്, ഇതൊരു സോളാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ സോൾ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്, എന്തോ പറയാനുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നതെന്ന് എനിക്ക് തോന്നി. അത് വന്ന ദിവസം ഞാൻ ശരിക്കും ക്ലിയർ ആയിട്ട് കണ്ട ഒരു കാര്യത്തില് ആ കുട്ടിയുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിന്നിട്ട് ഞാൻ നോക്കുകയാണ്, പക്ഷെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കണ്ടതുമാണ്. അപ്പം എന്തോ ഈ സോളിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ അത് ഫസ്റ്റ് ആ ഒരു രാത്രി വന്നത് ഒരു 2:30, 3 ഒക്കെ ഇടയിലായിരുന്നു. പിന്നെ എനിക്ക് ആ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഹാളിൽ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ അടുത്ത ദിവസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഈ തലേത്തെ രാത്രി കണ്ടതിന്റെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ച് കിടന്നു. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ വരാം, എന്തെങ്കിലും ഇനി പറയണമെന്നുണ്ടെങ്കിൽ എനിക്കത് കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കേൾക്കാം. അത് പറഞ്ഞാണ് ഞാൻ കിടന്നത് അന്ന് രാത്രി. ഞാൻ പക്ഷെ അത് നമ്മൾ പറയില്ലേ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറയില്ലേ, പ്രാർത്ഥിക്കുന്ന പോലെ, അങ്ങനെ പറഞ്ഞ് കിടന്നാണ്. പക്ഷെ അത് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടി അടുത്ത രാത്രിയും വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് നൈറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ശേഷമാണ് എങ്ങനെയാണ് ഈ കുട്ടിക്ക് എന്റെ സോളിനെ ട്രാവൽ ചെയ്യിപ്പിച്ച് കുട്ടി താമസിച്ച ദുബായിൽ ആ സംഭവം നടന്നിടത്തേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് അപ്പോഴാണ്, അതിനുശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് സോളിന് ട്രാവൽ ചെയ്യാനുള്ള പവർ ഗോഡ് തന്നിട്ടുണ്ടെന്ന്. എനിക്ക് ആ ദിവസമാണ് എനിക്കത് മനസ്സിലാവുന്നത്. സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടു എന്നാ പറയുന്നത്. ഇതിൽ എന്തുമാത്രം ഇതുണ്ടെന്നൊന്നും അറിയില്ല. ഓരോ യൂട്യൂബേഴ്സും പുള്ളിക്കാരെ കുറ്റം പറയുന്നുണ്ട്, ചിലർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, ഇതിൽ എത്രമാത്രം ഇതുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് എന്താ പറയുക, ഇത് വെച്ച് എല്ലാവരും കളിക്കുവാണോ, എന്ത് തന്നെയാണെങ്കിലും സത്യം തെളിയട്ടെ. ആര് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും റിഫയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ ഒരു സഫയിലൂടെ പ്രശ്നങ്ങൾ റിഫ എന്താണോ അനുഭവിച്ച ആ ഒരു അനുഭവത്തിൽ കൂടിയാണ് റിഫ എന്താണോ അനുഭവിച്ച ആ ഒരു ഇതിൽ കൂടെയാണ് സഫയും പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇത് പുറത്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. ഈ ഒരു അവസരത്തിൽ അത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു കൊതുകിനെ കൊല്ലുന്ന പോലെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ട് ആക്കി അവരയച്ചു. ഇതിനുള്ള ഓർഡർ വന്നത് വേറൊരു ഭാഗത്തു നിന്നാണ്. അതെന്ന് പറഞ്ഞാൽ അവരുടെ പേരാണ് ബെൻസർ. അവർ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ദുബായിൽ നടത്തുന്നുണ്ട്. അവരാണ് ഇതിനുള്ള ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത്. സോ ഈ കാര്യങ്ങള് റിഫനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് ബെൻസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും മനസ്സിലാക്കാനും അത് അവൾ കേൾക്കാനും അനുസരിക്കാനും അവൾ അത് റെഡി ആയിരുന്നില്ല. അവൾക്കറിയാം ഈ പോകുന്ന കാര്യങ്ങളൊക്കെ തെറ്റായ വഴിയിലൂടെയാണ്. എനിക്കിത് എന്റെ ബ്രദറിനോട് പറഞ്ഞ് ഇത് അറിയിക്കേണ്ട ആൾക്കാരെ ഞാൻ അറിയിച്ചിരിക്കും, എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യമാണ് അവളുടെ ഭാഗത്തുനിന്ന് വന്നത്. ആരാണ് ഇത് ചെയ്യുന്നതും സ്മഗ്ലിംഗ് ചെയ്യുന്നതും ആരാണ് ഇതിന്റെ പിറകിൽ, ആരാണ് ഇതിന്റെ മെയിൻ ഹെഡ് എന്നും എല്ലാം റിഫക്ക് അറിയായിരുന്നു. അപ്പൊ റിഫ കാണുന്നുണ്ട് കണ്ണോട് വേറെയും പെൺകുട്ടികൾ ഇവരെ ട്രാപ്പിലാക്കുന്നതൊക്കെ. അപ്പൊ ഇനി അതാ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം റിഫയുടെ ഉള്ളിലുണ്ട്.
അത് പുറത്തോട്ട് വരണം, ദുബായ് പോലീസ് ഇത് അറിയണം എന്നുള്ളൊരു കാര്യമായിരുന്നു റിഫക്ക് ഉണ്ടായത്. പക്ഷെ റിഫ ഒരിക്കലും വിചാരിച്ചില്ല ഇത് അവൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ ഫ്രോഡ് ക്രിമിനൽസിന്റെ നേരെയാണ് റിഫ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് റിഫക്ക് അറിയില്ലായിരുന്നു ശരിക്കും. അപ്പം അവിടെ ഇതിനുള്ള കൂട്ട് മെഹനാസും ജംഷാദും ആഷിഖും എല്ലാവരും അതിനുള്ള കൂട്ട് റിഫ ഒറ്റക്കാണെന്നുള്ള കാര്യം റിഫ അറിഞ്ഞില്ല. അപ്പൊ ഇവരാരും ഇല്ല, എന്റെ ബ്രദറിനോട് പറയട്ടെ എന്ന് പറഞ്ഞതാണ് അവിടെ ബ്രദറിനോട് എത്തുന്ന മുമ്പ് തന്നെ റിഫനെ ഇല്ലാതാക്കിയത്. ഇതാണ് സത്യം. ബെൻസർ എന്ന് പറയുന്ന ആള് ദുബായിൽ എന്തൊക്കെയോ ഷോസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബി വെരി കെയർഫുൾ വിത്ത് ഹിം. ഹി ഈസ് എ വെരി ഫ്രോഡ് ക്രിമിനൽ. അവൻ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി ഇഫ് ഐ ഗോ ടു സേ റീനു സുധി, സജന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. സോ എല്ലാ ഗേൾസിനോടും ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുവാണ്, വെരി സൂൺ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും. ബെൻസറിന് പിടിക്കപ്പെട്ടിരിക്കും. ഇതിൻ്റെയൊക്കെ പുറകിൽ ബെൻസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇത് റിഫയെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാർ പറയുന്നത് എന്താണ് സ്മഗ്ലിംഗ് ആയിരുന്നു. മെഹനാസും കൂട്ടാളികളെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിഫയും അവർ അതിലോട്ട് ക്ഷണിച്ചു. റിഫ അപ്പോൾ അത് വിസമ്മതിച്ചപ്പോൾ റിഫയെ കൊന്നുകളഞ്ഞു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ സഹോദരനോട് പറയുന്നു റിഫ പറഞ്ഞു. അപ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിഫയെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ മെഹനാസും പുള്ളിക്കാരനും ഈ എന്താണ് കള്ളക്കടത്തും അതുപോലെ എന്താണ് പല ഡ്രഗ്സ് ഉപയോഗവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ചില സത്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ പുറത്ത് തന്നെയായിരിക്കും റിഫ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ റിഫയെ കൊന്നത് എന്ന് നമുക്ക് ഇതാകാം. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഇടയിൽ ബെൻസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പുള്ളിക്കാർ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ബെൻസർ എന്ന് പറയുന്ന ആൾ എന്താണ് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദുബായിലെ ഒരു വലിയൊരു വ്യക്തിയാണ്. അപ്പോൾ അയാളെയും അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ ബെൻസർ എന്താണ് അതിനുള്ള മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കൂ. എന്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു ഡോണും വലിയൊരു മാഫിയെല്ലാം അയച്ചില്ല വീഡിയോസ് ഒക്കെ എനിക്ക് പലരും അയച്ചു തന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചിരിയാണ് തോന്നിയത്. പക്ഷെ പിന്നീട് അത് ഒരുപാട് ആൾക്കാരൊക്കെ ആ വീഡിയോസ് എടുത്തിടുമ്പോഴും പിന്നീട് പല സുഹൃത്തുക്കളും വന്ന് എനിക്ക് എന്റെ ഇൻബോക്സിൽ അയച്ചു തന്ന് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഓരോ വ്യക്തികളോടും മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം സ്വപ്നത്തിന് ഒരു റീപ്ലൈ കൊടുക്കേണ്ടതാണ് ആദ്യം വിചാരിച്ചിരിക്കുന്നത്. ഈ മരണപ്പെട്ടു പോയ കുട്ടിയോ ആ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സുഹൃത്തുക്കൾ ആരെയും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. മരണപ്പെട്ടതിന് ശേഷമാണ് ആ കുട്ടിയെ കുറിച്ചിട്ട് തന്നെ ഞാൻ അറിയുന്നുള്ളത്. എന്തായാലും ഇത് 100% 100% വല്ലാഹി സുമ്മ വല്ലാഹി ഇത് ഉറപ്പാണ്. ഇതിൽ ഇനിയിപ്പോ ആ കുട്ടിയുടെ കൂടെ എന്നെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പണി ഞാൻ എടുക്കാൻ റെഡിയാണ്. അതാരായാലും മുന്നോട്ട് വരാ, വല്ല ഫോട്ടോസോ വല്ല വീഡിയോസോ എന്തെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും മീറ്റ് ചെയ്തോ സംസാരിച്ചോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവർ വന്നോട്ടെ. അവർ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാൻ റെഡിയാണ്. അത് മറ്റൊന്ന് എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ആ പെണ്ണുങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അത് ലീഗലി ഇൻഷാല്ല ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയാ, ഈ 4 വർഷം മുമ്പ് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് ഞാൻ വലിയ മാഫിയം എന്തൊക്കെയാ പഠിച്ചവരായാലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഇങ്ങനെ ചിരിയും വരുന്നു, ഇങ്ങനെ ഷോക്കിംഗ് ആണ്. ഇതൊക്കെ ഞാൻ തന്നെയാണോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഇരുന്ന് ഞാൻ കാണുമായിരുന്നു. എനിക്ക് വേറെ ആൾക്കാർ അയച്ചു തന്നപ്പോൾ. അപ്പൊ എന്തായാലും ആ കുട്ടിയുടെ മരണത്തിന് പിന്നിൽ ഇനി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവരെ വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. അതിൽ ഇനി ഏത് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് ഖാദർ കരിപ്പോടിന്റെ വീഡിയോസാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. ഖാദർ കരിപ്പോടിന്റെ വീഡിയോസിലൂടെയാണ് ഞാൻ ആ ഒരു കഥകളും എല്ലാം അറിഞ്ഞിട്ടുള്ളതും. വേറെ എനിക്ക് അറിവുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്നെ പരിചയമുള്ള എന്നെ അറിയുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് ആ പെണ്ണുങ്ങൾ സ്വപ്നം കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിനെതിരെയാണ് ഈ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാൾ ഒന്നും അറിയില്ല, എനിക്ക് എന്താണ് കൂടുതലായിട്ടൊന്നും റിഫയെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മെഹനാസ് അവിടെ നിന്നും ഇത്രയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മെഹനാസിൻ്റെ പുറകെ വേറെ ആരോ ഉണ്ട്. മെഹനാസ് ഒറ്റയ്ക്ക് ഈ ഒരു ഇത് ചെയ്യില്ല. ആരൊക്കെ കൂടി ചേർന്നിട്ട് തന്നെയാണ് റിഫയെ ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ റിഫയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെ ഉറപ്പിക്കാം. ഇപ്പോൾ ഇത്രയും പ്രശ്നത്തിനിടയിലും ദുബായിൽ കൂളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വേറെ ഏതൊരു വലിയൊരു കരങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ എത്രമാത്രം ഇതുണ്ടെന്നുള്ളത് പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും എന്താണ് കർമ്മ എന്നൊരിതുണ്ടല്ലോ, അത് കാലം തെളിയിക്കും. എന്ത് കാര്യമാണെങ്കിലും കാലം തെളിയിക്കും.
എന്തായാലും ഇരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ലൂക്ക്മാൻ ഹോട്ടലിൽ വെച്ച് റിഫ മാത്രമല്ല റിഫയുടെ കൂടെ ബനീഷ എന്ന് പറയുന്ന ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. റിഫ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് ലൂക്ക്മാൻ ഹോട്ടലിൽ ബെൻസറിന്റെ കൂടെ ഈ പറഞ്ഞ ജംഷാദ്, ബനീഷ ഇവരൊക്കെ കൂടെ ആ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അത് പോയത് ഈ ഇവന്റിനെ കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ഇരിക്കട്ടെ, അതാണ് ഒരു കാര്യം. സോ റിഫ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ഉണ്ടായ ആ ലേഡി ബനീഷ, അവരും ബെൻസറും എല്ലാവരും ഉണ്ടായ ഈ 2 ഗേൾസും ഇവരുടെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ 2 പേരും മരിച്ചു. 2 പേർക്കും സൂയിസൈഡ് എന്നാണ് പേര് വരുന്നത്. ഒരാൾ 2022 മരിച്ചു, ഒരാൾ സൗദിയില് 2024 മരിച്ചു. സോ സൗദിയിൽ എങ്ങനെ ബനീഷ പോയി? ബനീഷയ്ക്ക് റിഫയെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. അത് ബെൻസറിന് നന്നായിട്ട് അറിയാം. ദാറ്റ് ഇസ് എ റീസൺ റിഫ മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ ബനീഷയെ ദുബായിന്ന് സൗദിയിലോട്ട് മാറ്റി. ഇപ്പം അടുത്ത് കേൾക്കുന്നത് ബനീഷ ഇസ് സൂയിസൈഡ് ഫ്രം സൗദി. അപ്പൊ ഈ ഗേൾസ് ഒക്കെ സൂയിസൈഡ് എന്ന് പറയുന്നത് സൂയിസൈഡ് തന്നെയാണോ? ബനീഷിനും കൊന്നതാവണം. ഇതുപോലെ തന്നെ ബനീഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും മരിച്ചു, അവരും ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ആരോ കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കോമഡി അതൊന്നുമല്ല, ബനീഷ മരിച്ചിട്ടില്ല, ബനീഷ ജീവനോടെ ഇരിപ്പുണ്ട്. അതാണ് ബനീഷ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നതിൽ എത്രമാത്രം എന്തുണ്ടെന്ന് അറിയില്ല. എന്താണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി ഇണക്കി റിഫ എന്നുള്ള പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ബനീഷ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, പാത്തു ഈ മരിച്ചു ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ടൈം വരെ ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് മരിക്കാൻ ഒരു താല്പര്യമില്ല. പഠിച്ചോ തന്ന ഒരു ആയുസ്, അത് എത്ര കാലം വരെ ഉണ്ടോ അത്ര കാലം വരെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആയുസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി എന്നെ കൊല്ലരുത് പ്ലീസ്. ജീവിച്ചു പോക്കോട്ടെ, എങ്ങനെയും ജീവിച്ചു പോക്കോട്ടെ. യൂട്യൂബിലത്തെ ചേച്ചി ഞാൻ മരിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആത്മാവല്ല, ഒറിജിനാലിറ്റി തന്നെയാണ്. ഓക്കെ, വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇതിൽ എത്രമാത്രം അതുണ്ടെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും സ്വപ്നം കണ്ടതാണെങ്കിലും അല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കാനാണോ എന്തിനാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ സത്യം പുറത്ത് വരട്ടെ, റിഫയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഈ ഒരു അവസരത്തിൽ നമുക്കത് മാത്രമേ ഇതാവുള്ളൂ. ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കണ്ണുനീരിനൊരു അറുതി ഉണ്ടാവട്ടെ. ഈ ഒരു ഇതുകൊണ്ട് ഇപ്പം മൊത്തം ഈ ഒരു ചർച്ചയാണ്, മൊത്തം സോഷ്യൽ മീഡിയ മൊത്തം. പിന്നെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചാണല്ലോ എല്ലാവരും ചർച്ചയും, അതുപോലെ മീഡിയ മൊത്തം 24 എല്ലാം ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം റിഫ എന്നുള്ള പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എത്രയും പെട്ടെന്ന് പുറത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്തരമുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.